നിലമ്പൂരിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഇപ്പോൾ മീഡിയ വണിനൊപ്പം വി.എസ്. ജോയ് ഡി.സി.സി പ്രസിഡന്റ്, അതിലേക്കാളേറെ സ്ഥാനാർത്ഥി ചർച്ചകളിൽ സജീവ പരിഗണനയിലുണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ വി.എസ്. ജോയ് തന്നെ സ്ഥാനാർത്ഥി എന്നും വാർത്തകളുണ്ടായിരുന്നു. വി.എസ്. ജോയ് നമ്മോടൊപ്പം ചേരുകയാണ്. ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥി. എന്താണ് പ്രതികരണം? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയുന്ന പ്രതിഭാശാലിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. പതിറ്റാണ്ടുകളായി ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ, കോൺഗ്രസിനെ വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെ പുത്രനാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ, നിലമ്പൂരിന്റെ മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. ദേശീയ പുരസ്കാരം കൂടി നേടിയിട്ടുള്ള മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതിഭയാണ്. എല്ലാം കൊണ്ടും നല്ല ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ സ്ഥാനാർത്ഥിയെ മുൻനിർത്തി ഒരു മികച്ച ഭൂരിപക്ഷം നേടി യു.ഡി.എഫിന് വിജയിക്കാൻ കഴിയുന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. താങ്കളുടെ പേര് സജീവ പരിഗണനയിൽ എന്നല്ല, വി.എസ്. ജോയ്ക്ക് അപ്പുറത്തേക്ക് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ആ നിലയ്ക്ക് വന്നിരുന്ന ചർച്ചയാണ്. അതാണ് പിന്നീട് ആര്യാടൻ ഷൗക്കത്തിലേക്ക് വരുന്നത്. സ്വാഭാവികമായും ഇന്ന് ഒരു അനിശ്ചിതത്വം വീണ്ടും രൂപപ്പെടുന്നു. KPCC നേതൃത്വം സംസാരിച്ചിരുന്ന ഒരു ഫോർമുല താങ്കളുമായി സംസാരിച്ച് നേതൃത്വം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഫോർമുലയുടെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഫോർമുല ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ഇല്ലല്ലോ. ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് പാർട്ടിക്ക് വിജയിക്കണം, യു.ഡി.എഫിന് വിജയിക്കണം. ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയെ പല പേരുകൾ പരിഗണിച്ചു. ഉചിതമായ സമയത്ത് ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കണ്ടെത്തി എന്നതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. എല്ലാം സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണ്. പിന്നെ അതിനിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാർത്തകളൊക്കെ നമ്മുടെ ചാനലുകളിലൊക്കെ വന്നു എന്നതിനപ്പുറത്ത് ആത്യന്തികമായി പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു വിവാദങ്ങളോ ഒരു വിഷമതകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. താങ്കൾക്ക് വേണ്ടി അവസാന നിമിഷം വരെ ഒരു ഘട്ടത്തിൽ ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും നിരുപാധിക പിന്തുണ എന്ന് PV അൻവർ പറഞ്ഞിരുന്നു. ഇന്ന് വീണ്ടും മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. താങ്കളിലേക്ക് എത്തുന്ന, താങ്കളുടെ പേരെടുത്ത് തന്നെ എന്ന് പറയുകയുണ്ടായി. ആ PV അൻവർ ഇന്ന് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് LDF സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ശ്രമിച്ചയാളാണ് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള മറുപടി എന്താണ്? അല്ല, ഞാനതിനെ കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും കേട്ടിട്ടില്ല. ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ യു.ഡി.എഫിന്റെ നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ യു.ഡി.എഫ് ഈ നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് PV അൻവറിന്റെ കൂടി ഒരാവശ്യമാണ്. പിണറായി സത്തിനെതിരെയുള്ള വലിയ വെല്ലുവിളിയാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത്. തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ സഹായം സഹകരണം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. PV അൻവർ രാജിവെച്ച ശേഷം മലയോര മേഖലകളിൽ കൃത്യമായി തന്നെ താങ്കളുടെ പല സമര പരിപാടികളും ഉണ്ടായിരുന്നു. അത് വന്യജീവി ആക്രമണത്തിനെതിരെ അടക്കം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി താങ്കൾ പ്രത്യക്ഷത്തിൽ തന്നെ ഒരുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു താങ്കൾ നിഷേധിച്ചാലും. ആ ഒരു സാഹചര്യത്തിൽ ഒടുവിൽ സ്ഥാനാർത്ഥിത്വം നഷ്ടമായതിൽ സങ്കടമുണ്ടോ? ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങിയിരുന്നു. അത് വ്യക്തിപരമായി എനിക്ക് വേണ്ടി ഒരുങ്ങിയതല്ല, ഞങ്ങളുടെ മുന്നണിക്ക് വേണ്ടി ഒരുങ്ങിയതാണ്. ആര് സ്ഥാനാർത്ഥിയായാലും വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ്. ഞാനൊരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ അതിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ അത് സ്ഥാനാർത്ഥി മോഹമായി വ്യാഖ്യാനിക്കേണ്ടതില്ല. അത് സ്വാഭാവികമായിട്ട് എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചിട്ടുള്ളത്. പാർട്ടിക്ക്, മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്ന സമരമാർഗങ്ങളും സമരങ്ങളും വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം, ദൗത്യമാണ്. അത് മാത്രമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. PV അൻവർ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുകയാണ്. ഇനി സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. അതിനെ എങ്ങനെ മറികടക്കും? ഇല്ല, ആ വിഷയങ്ങൾ പരിഹരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ കാണിക്കുന്നതിന് മുമ്പ് തന്നെ യു.ഡി.എഫിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ആ വിഷയം പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് VD സതീശൻ സംസാരിച്ചിട്ടുണ്ടാകും, ഒരുപക്ഷെ KC വേണുഗോപാൽ വിളിച്ചിട്ടുണ്ടാകും. എന്താണ് താങ്കൾക്ക് നൽകിയ ഒരു ഓഫർ? എന്താണ്? പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുന്നു. ആ പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്നാണ് പാർട്ടി നേതൃത്വം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എന്നാലാവും വിധം ഉള്ള പ്രവർത്തനം നടത്തുമെന്ന് വളരെ കാലേ കൂട്ടി തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. മറ്റൊരു സമവായ ഫോർമുലയും ഉണ്ടായിട്ടില്ല. ഒരു സമവായ ഫോർമുലയില്ല. ഇനി എന്താണ് അടുത്ത ദിവസങ്ങളിൽ ഉള്ള പാർട്ടിയുടെ പ്രചാരണത്തിലേക്ക് ഇറങ്ങുകയാണ്? എങ്ങനെയായിരിക്കും പാർട്ടിയുടെ പ്രചാരണം? പ്രാഥമികമായി മുന്നൊരുക്കങ്ങളൊക്കെ നന്നായി ചെയ്തിരുന്നു. ഇനി സ്ഥാനാർത്ഥി വന്നു, തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളാണ്, സംസ്ഥാന നേതാക്കളൊക്കെ എത്തും. അവരൊക്കെ ആയിട്ട് കൂടിയാലോചിച്ച് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പര്യടനവും കുടുംബയോഗങ്ങളും ഉൾപ്പെടെയുള്ള പ്രചരണ പരിപാടികളാണ്. കാലാവസ്ഥ കുറച്ച് പ്രതികൂലമാണ്. ഈ പ്രത്യേക കാലാവസ്ഥയ്ക്ക് അനുകൂലമായ രീതിയിൽ കുറച്ചുകൂടി നൂതനമായ പ്രചരണ പരിപാടികളൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്.
അവസാനത്തെ ചോദ്യമാണ്. പി വി അൻവർ പറഞ്ഞൊരു കാര്യം കൂടിയാണ്, അതായത് താങ്കൾക്ക് ഗോഡ് ഫാദർ ഇല്ലാത്തതാണ് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാൻ കാരണമെന്ന്. അങ്ങനെ ഉള്ളിൽ തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ ഗോഡ് ഫാദർ ഇല്ലാത്തതിന്റെ പേരിൽ ആർക്കും സ്ഥാനാർത്ഥിത്വമൊന്നും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം കോൺഗ്രസിലില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഒരു ഗോഡ് ഫാദർ അല്ല, കോൺഗ്രസിലുള്ള ഒരുപാട് നേതാക്കന്മാർ എൻ്റെ ഗോഡ് ഫാദർമാരാണ്. അങ്ങനത്തെ ഒരു അനാഥത്വമൊന്നും ഒരു പ്രയാസമൊന്നും ഒരിക്കലും കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിട്ടില്ല. തുടർന്നും അങ്ങനെ അനാഥത്വം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും വി എസ് ജോയാണ് സംസാരിച്ചത്. ആര്യാടൻ ഷൗക്കത്തിന് മുന്നിൽ പ്രചാരണത്തിൽ ഉണ്ടാകും എന്നാണ് വി എസ് ജോയ് വ്യക്തമാക്കുന്നത്. സ്ഥാനാർത്ഥി എന്ന പരിഗണന ലഭിച്ചതിൽ തന്നെ വലിയ സന്തോഷം, സ്ഥാനാർത്ഥിയാകാത്തതിൽ ഒരു സങ്കടവുമില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ക്യാമറ പേഴ്സൺ ഷബീർ കലീലിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, മലപ്പുറം.